ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പൈനാപ്പിൾ പുളിശ്ശേരി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും മാമ്പഴം നമുക്ക് അവൈലബിൾ ആയി കാണത്തില്ല. അപ്പോൾ മാമ്പഴം ഇല്ലാത്ത സമയത്ത് നമുക്ക് പുളിശ്ശേരി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നല്ല പഴുത്ത പൈനാപ്പിൾ വെച്ചിട്ട് അടിപൊളി ഒരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ പൈനാപ്പിൾ ഇങ്ങനെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മുഴുവൻ പൈനാപ്പിളും എടുത്തിട്ടില്ല, പൈനാപ്പിളിൻ്റെ ഒരു കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളക് ഇങ്ങനെ നെടുകെ കീറി എടുത്തിട്ടുണ്ട്. ഇത്രയും നമ്മൾ ആദ്യം നമ്മളൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ഇനി ചേർത്ത് കൊടുക്കണം. ഞാൻ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം അളവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം അളവ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. കാരണം പൈനാപ്പിൾ പുളിശ്ശേരിക്ക് ഒരു യെല്ലോ കലർന്ന ഒരു റെഡ് നിറം കണക്കാണ് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം അളവ് നമ്മൾ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര പൊടിച്ചത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് ഒരു വലിയ ടേബിൾ സ്പൂണോളം ശർക്കര പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അടുത്ത് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പിഞ്ചോളം നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം അളവ് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് വെള്ളം. ഈ പൈനാപ്പിളൊക്കെ മുങ്ങിക്കിടക്കത്തക്ക രീതിക്ക് ഒരു 2 കപ്പ് അളവിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 240 ml കപ്പ് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് പൈനാപ്പിൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. പൈനാപ്പിൾ കുക്ക് ചെയ്യുന്ന ഈ സമയം കൊണ്ട് നമുക്ക് മസാല ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഇതിനു വേണ്ടി നമ്മൾ അരപ്പ് തയ്യാറാക്കുമല്ലോ, ആ അരപ്പ് നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പുളിശ്ശേരിയൊക്കെ ആകുമ്പോൾ ഇച്ചിരി കട്ടിക്കിരിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 3 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കുക. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് ക്വാണ്ടിറ്റിയുടെ അളവ് കൂട്ടാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം അളവ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ ജീരകം നമ്മൾ തോരനൊക്കെ എടുക്കുന്ന ജീരകമാണ്. നല്ല ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മഷി പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഏതാണ്ട് നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിൻ്റെയൊക്കെ പച്ചമണം ഇതിൽ കിടന്നിട്ട് ഒന്ന് മാറണം കേട്ടോ. ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് ഇത്തിരി കട്ടിയായിട്ട് ഇരിപ്പുണ്ട്, അപ്പോൾ കുറച്ച് ലൂസാക്കി കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഏതാണ്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ഈ തേങ്ങയുടെയൊക്കെ മസാലിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറണം. ആ സമയം കൊണ്ട് നമുക്ക് തൈര്, ഒരു 2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. പുളിശ്ശേരിക്ക് നല്ല പുളിപ്പുള്ള തൈര് തന്നെ പ്രത്യേകം എടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ച് ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഇതുവരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സമയം കൊണ്ട് തൈരൊന്ന് വിപ്പ് ചെയ്തിട്ട് വരാം. ഏതാണ്ട് നന്നായിട്ട് മസാലയൊക്കെ തിളച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ തൈര് അടിച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല. അതിനു മുമ്പ് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് മധുരമൊക്കെ കറക്റ്റാണോ നോക്കുക. മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇത് നമ്മൾ തൈര് ഒഴിച്ചതിന് ശേഷം കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല. ഇനി ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. മധുരവും ഉപ്പും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏതാണ്ടായിട്ടുണ്ട്. ചെറിയൊരു ചൂടായാൽ മതി. തൈര് ഒഴിച്ചതിന് ശേഷം ഒത്തിരി തിളച്ച് പൊങ്ങാനായിട്ട് അനുവദിക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു ചെറിയ കുമിളുകൾ വരുന്നെന്ന് കാണുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിനി താളിച്ചൊഴിക്കാം. ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് 2 ടീസ്പൂണോളം അളവ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം അളവ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ നന്നായിട്ട് കറുക്കാൻ അനുവദിക്കരുത്. അതിന് മുമ്പ് ഉണക്കമുളക് ഞാൻ 3 മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് താളിച്ച് കഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ട് ഒരു നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.